അമേരിക്കൻ ആണവായുധങ്ങൾ ബ്രിട്ടനിലേക്ക് എത്തിച്ചതായി റഷ്യയുടെ രഹസ്യാന്വേഷണ കേന്ദ്രം പ്രസ്താവിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതിന് സമാനമായിരിക്കുന്നത്. ജൂലൈ 21-നാണ് ഈ സംഭവം നടന്നത്. അതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടക്കം പുറത്തു വിട്ടുകൊണ്ടാണ് റഷ്യ അതീവ രഹസ്യമായിരിക്കുന്ന ഈ കാര്യം പുറത്തു പറഞ്ഞത്. അതോടനുബന്ധിച്ച് അമേരിക്ക ഇതിന് പ്രതികരിച്ചത് അമേരിക്കയുടെ എയർഫോഴ്സ് നിലയത്തിലെ ബങ്കറുകൾ നവീകരിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ടാണ് ആണവ ഷിഫ്റ്റ് നടത്തിയത്. അത് പ്രശ്നമാക്കാനില്ല എന്ന തരത്തിലാണ്. എന്നാൽ ഇപ്പോഴത്തെ ഉക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആന്തരികമായിട്ട് നടക്കുന്നുണ്ട്. ചിലപ്പോൾ റഷ്യ തന്നെ ആണവായുധ സ്ഫോടനം നടത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായ രീതിയിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ദേശങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷണത്തിൽ അമേരിക്കയുടെ സൈനികർ റഷ്യയുടെ സൈനികർക്ക് അത്ര നല്ല രീതിയിലുള്ള സമീപന കാര്യങ്ങളൊന്നും അല്ല ഉള്ളത്. 24 മണിക്കൂറും മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നിരീക്ഷണം നടത്തുന്നു. ഡ്രോണുകളൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഈ മേഖലയിൽ വന്നു പോകുന്ന സ്ഥിതിയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ അമേരിക്ക ബ്രിട്ടനിലേക്ക് ആണവായുധങ്ങൾ എത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് കടമയാണ് എന്നാണ് റഷ്യ പറയുന്നത്. തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന് റഷ്യ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തു.